നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് റോയിയുടെ മരണം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് പ്രിയപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിലാണ് ജനിച്ചതെങ്കിലും കർണാടക തന്റെ ബിസിനസ് തട്ടകമാക്കുകയായിരുന്നു അദ്ദേഹം. ദുബായിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ സംശയങ്ങൾ ഒരുപാട് നിഴലിക്കുന്നുണ്ട്. 1 മണിക്കൂർ അദ്ദേഹത്തെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നു. അതിനു മുൻപ് നിരന്തരം റെയ്ഡുകൾ നടക്കുന്നുണ്ടായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ. ഈ 1 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തെ തളർത്തിയ സംഭവം എന്താണ്? സ്വയം വെടിയുതിർത്ത് മരിക്കുന്നതിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, ആ ഒരു കടുങ്കൈ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച സംഭവം എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കെ അമ്മയെ ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് റോയി സൈലൻസർ ഘടിപ്പിച്ച തോക്ക് ഉപയോഗിച്ചാണ് സ്വയം വെടിയുതിർത്തത്. അതീവ സുരക്ഷയുള്ള ഓഫീസിനുള്ളിൽ വെടിയൊച്ച കേൾക്കാത്തതിനാൽ പുറത്തുണ്ടായിരുന്ന ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ മരണം പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷമാണ് റോയി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് ജീവനക്കാർ കാണുന്നത്. ഏറ്റവും സംശയാസ്പദമായ കാര്യം, സംഭവ സമയത്ത് ഓഫീസിലെ CCTV ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നതാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണോ അതോ റെയ്ഡിന്റെ ഭാഗമായി ഓഫ് ചെയ്തതാണോ എന്നതിൽ ദുരൂഹതയുണ്ട്. സാധാരണഗതിയിൽ വെടിയൊച്ച കേൾക്കാതിരിക്കാൻ സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളാണ്. എന്നാൽ റോയി തന്റെ ലൈസൻസ് ഉള്ള തോക്കിൽ സൈലൻസർ ഉപയോഗിച്ചത് എന്തിനാണെന്നും അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പൻ സ്രാവുകളുമായി ബന്ധപ്പെട്ട കേസായതിനാലും ഉന്നതതല അന്വേഷണം അനിവാര്യമായതിനാലും കർണാടക സർക്കാർ കേസ് CIDക്ക് കൈമാറുകയായിരുന്നു. ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോയി അകത്തേക്ക് പോകുന്നത്. എന്നാൽ അദ്ദേഹം ആരെയും വിളിച്ചിരുന്നില്ല. അമ്മയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. തന്റെ ബിസിനസ് വഴികൾക്ക് പ്രചോദനമായത് അമ്മയുടെ ബിസിനസ് സംരംഭങ്ങളൊക്കെ തന്നെയായിരുന്നു. ഭാര്യയെയോ മക്കളെയോ സുഹൃത്തുക്കളെയോ ഒന്നും തന്നെ അദ്ദേഹം ആ നിമിഷം ഫോണിൽ വിളിച്ചിരുന്നില്ല. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചു തന്നെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അദ്ദേഹത്തെ അത്രത്തോളം തളർത്താൻ മാത്രം ഈ ഉദ്യോഗസ്ഥർ എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചത്? അതൊരു സംശയമായി ഇപ്പോഴും നിൽക്കുകയാണ്. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായിരുന്ന CJ റോയിയുടെ മടക്കം കർണാടകയിലെയും കേരളത്തിലെയും ബിസിനസ് രാഷ്ട്രീയ മേഖലകളിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആണ് റോയിയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് കുടുംബം പരസ്യമായി ആരോപിച്ചിട്ടുണ്ട്. 5 പേജുള്ള വിശദമായ പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ CJ ബാബു പോലീസിന് നൽകിയിരിക്കുന്നത്. റോയ് മരിച്ചു കിടക്കുമ്പോഴും മാനുഷിക പരിഗണന പോലുമില്ലാതെ ഉദ്യോഗസ്ഥർ റെയ്ഡ് തുടർന്നുവെന്ന വെളിപ്പെടുത്തൽ ബിസിനസ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. റെയ്ഡിനിടെ ഉണ്ടായ കടുത്ത മാനസിക പീഡനമാണ് റോയിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് സഹോദരന്റെയും മൊഴിയിലുള്ളത്. പരിശോധന നടത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് CID രേഖപ്പെടുത്തിയേക്കും. 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനിടയിൽ റോയിയെ തളർത്തിയ ആ രഹസ്യം എന്തായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അഭാവത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് CIDയുടെ നീക്കം. കോൺഫിഡന്റ് റോയിയുടെ മരണത്തിൽ സംശയങ്ങൾ ബലപ്പെടുകയാണ്. 3 ദിവസമായി കോൺഫിഡന്റ് സ്ഥാപനങ്ങളിൽ മാരത്തൺ റെയ്ഡ് നടത്തുകയായിരുന്നു IT വകുപ്പ്. റോയിയെ റഡാറിലാക്കിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നതിൽ സംശയമില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ IT ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ IT യൂണിറ്റാണ് അന്വേഷണവും പരിശോധനകളും നടത്തിയത്. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന വലിയ സംശയം ഇപ്പോൾ ഉണ്ട്. റോയ് മരിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരോ ആദായ നികുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഇളകി ഇറങ്ങിയിരിക്കുകയാണ് ബിസിനസ് ലോകം. റോയിയുടെ ആത്മഹത്യയിലെ സത്യാവസ്ഥ പുറത്തുവരണം, അല്ലെങ്കിൽ നാളെ ഞങ്ങളിൽ ഓരോരുത്തരും വേട്ടയാടപ്പെടും. ബിസിനസ്സുകാർ ഇങ്ങനെ ചത്തൊടുങ്ങേണ്ടവരാണോ എന്ന് രോഷം ശക്തമാകുകയാണ്. റോയിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ച അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യമുള്ളത്. എന്തിന് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു എന്നുള്ളത്. റോയ് ദുബായിലായിരുന്നു, അവിടെ നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് 3 ദിവസമായി ഈ ഓഫീസുകളിൽ IT ഉദ്യോഗസ്ഥർ റെയ്ഡും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പ്രതികരിക്കാൻ എന്തുകൊണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥരോ വകുപ്പോ തയ്യാറാകുന്നില്ല?
അയാൾക്കെതിരെ എന്ത് തെളിവ് കിട്ടിയെന്നും അത് തുറന്നു പറയാനും ഉദ്യോഗസ്ഥർ തയ്യാറാകേണ്ടേ, പക്ഷെ അതുപോലും ചെയ്യുന്നില്ല. IT ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. റോയിയുടെ മരണത്തിൽ സംശയം രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാവ് രാജു പി നായർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. വ്യക്തിപരമായ സംശയമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞ ആ ഒരു സംശയം അതെല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആദ്യം തന്നെ ഫോൺ മുതൽ എല്ലാം പിടിച്ചെടുക്കും. റെയ്ഡിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പിസ്റ്റൾ എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഒരു റെയ്ഡ് അതിജീവിക്കാൻ കഴിയാത്ത ദുർബലനായിരുന്നു അദ്ദേഹം എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതായിരുന്നു രാജു പി നായർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതൊരു ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഏതെങ്കിലും ഒരു അന്വേഷണ സംഘം റെയ്ഡുമായിട്ടോ ചോദ്യം ചെയ്യലുമായിട്ടോ ഒക്കെ വരുമ്പോൾ പൂർണ്ണമായും നമ്മളെ അവരുടെ വലയത്തിലാക്കുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഫോണും മറ്റ് എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും അവർ വാങ്ങിവെക്കും. മാത്രമല്ല, നമ്മളെ അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ഈ സംഘം അനുവദിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ റോയിയെ എങ്ങനെ ഉദ്യോഗസ്ഥർ തനിയെ ആ മുറിയിലേക്ക് വിട്ടു? ഉദ്യോഗസ്ഥർ ആരും തന്നെ കൂടെ പോയിട്ടുമില്ല. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇവിടെ ഇപ്പോൾ ബാക്കിയാകുകയാണ്. റോയിയുടെ അപ്രതീക്ഷിത വിയോഗം ആദായ നികുതി വകുപ്പിനെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ആദായ നികുതി റെയ്ഡിനിടെ 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ റോയി ആത്മഹത്യ ചെയ്ത സാഹചര്യം വിശദീകരിക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ട്. വൻ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം ഇത്ര പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനം എടുക്കുമോ എന്നാണ് സുഹൃത്തുക്കളും അടുപ്പക്കാരും ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കർണാടക സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മികച്ച പ്രതിച്ഛായയുള്ള വ്യവസായിയായിരുന്നു റോയ് എന്ന് എടുത്തു പറഞ്ഞ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സംഭവത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആദായ നികുതി റെയ്ഡുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഈ സംഭവം കൂടുതൽ കരുത്തു പകരുന്നു. ബംഗളൂരു സെൻട്രൽ DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യും. മരണത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായാൽ അത് ആദായ നികുതി വകുപ്പിന് വലിയ തിരിച്ചടിയാകും. ബംഗളൂരുവിലെത്തിയ റോയിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നതടക്കമുള്ള നിയമ നടപടികളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അപ്പലറ്റ് ട്രൈബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ TA ജോസഫിനെ 2 മാസം മുൻപ് കൊച്ചിയിലെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തി ലോക്കറുകൾ മുദ്രവെച്ചിരുന്നു. ദുബായിൽ നിന്നെത്തിയ റോയിയുടെ സാന്നിധ്യത്തിൽ ലോക്കറുകൾ തുറന്നു പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഓഫീസിലെത്തിയതെന്നാണ് വിവരങ്ങൾ. എന്തുകൊണ്ടാണ് IT വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ CJ റോയിയെ വിടാതെ പിന്തുടർന്നതെന്ന കാര്യം വ്യക്തമായിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വൻ പാർട്ടി റോയ് സംഘടിപ്പിച്ചിരുന്നു. മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത് നിർമ്മാണത്തിന് കാത്തിരുന്നവർ പലരും റോയിയുടെ മരണത്തോടെ ആശങ്കയിലാണ്. കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റോയ് നടത്തിയിരുന്നു. അതായത് ദുബായിലേക്ക് ചേക്കേറാനുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനിടയിലൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തലചായ്ക്കാൻ വീടൊരുക്കിയ കോൺഫിഡന്റ് നായകൻ ഒടുവിൽ ജീവിതത്തിൽ നിന്ന് തന്നെ മടങ്ങിയിരിക്കുകയാണ്. റോയ് സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ വാർത്ത വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബിസിനസ് പ്രവാസ ലോകം. ചിന്നിച്ചിതറിയത് വലിയ സ്വപ്നങ്ങൾ മലയാളിക്ക് സുപരിചിതമായ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ വമ്പൻ സാമ്രാജ്യമാക്കി മാറ്റിയ റോയ് റിയൽ എസ്റ്റേറ്റിന് പുറമെ സിനിമ, വിനോദം, വ്യോമയാനം എന്നീ മേഖലകളിൽ തന്റെ മുദ്ര പതിപ്പിച്ചിരുന്നു. സിനിമാ നിർമ്മാണത്തിലും വലിയ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. പലപ്പോഴും പ്രതിസന്ധികളിൽ തളരാത്ത പോരാളിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അങ്ങനെ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ലല്ലോ റോയ്. അദ്ദേഹം ശതകോടികളുടെ സാമ്രാജ്യത്തിന് മുകളിലിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കറിയാം ആ മുന്നേറ്റത്തിൽ എത്രത്തോളം പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാകുമെന്ന്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെയാണ് ആത്മഹത്യ എന്ന ഒരു അവസാന വാക്കിലേക്ക് എത്തുന്നത്?
എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങിയത് എന്തിനെന്ന ചോദ്യത്തിന് മുന്നിൽ ഉറ്റവരും സുഹൃത്തുക്കളും പകച്ചു നിൽക്കുന്നു. അടുത്ത കാലത്തായി ബിസിനസ് രംഗത്തുണ്ടായ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിയമപരമായ നൂലാമാലകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഗൾഫിലും നാട്ടിലും ഒരേപോലെ ബിസിനസ് പടർത്തിയ അദ്ദേഹം പ്രതിസന്ധികളെ നേരിടാൻ പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പ്രവാസ ലോകത്തിന് വലിയൊരു അത്താണിയായിരുന്ന ഒരു കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ അപ്രതീക്ഷിത വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. വെറുങ്കൈയോടെ ബംഗളൂരുവിലെത്തി ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും റിയൽ എസ്റ്റേറ്റ് ഭൂപടം മാറ്റിമറിച്ച ഈ തൃശൂരുകാരന്റെ ജീവിതം ഏതൊരു മലയാളി യുവാവിനും ആവേശം നൽകുന്നതാണ്. പഠനത്തിന് ശേഷം മെക്കാനിക്കൽ എഞ്ചിനീയറായി കരിയർ തുടങ്ങിയ റോയ് പിന്നീട് വിദേശത്തേക്ക് തിരിച്ചു. എന്നാൽ ഒരു സാധാരണ ശമ്പളക്കാരനായി ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ബിസിനസ് മോഹവുമായി ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ അദ്ദേഹം 2006 കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത്. എല്ലായ്പ്പോഴും അദ്ദേഹത്തെ CJ റോയ് എന്നതിനു പകരം പലരും അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും അദ്ദേഹത്തെ അറിയാവുന്ന ആരാധിക്കുന്ന എല്ലാവരും തന്നെ കോൺഫിഡന്റ് റോയ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അത്രത്തോളം കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ. ആ ഒരു മനുഷ്യനാണ് ഇന്നിപ്പോൾ സ്വയം ആത്മഹത്യ എന്ന ഒരു ഭീരു തെരഞ്ഞെടുക്കുന്ന ഒരു വഴി തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട സംഭവം എന്താണ്? അത് പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ബിസിനസ്സുകാരെ റോയിയുടെ മരണം അലട്ടുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പലർക്കും താങ്ങാൻ കഴിയുന്നതല്ല എന്ന് ഇപ്പോൾ ബിസിനസ് മേഖലയിൽ നിന്ന് പലരും വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. നാളെ ഒരു കാലത്ത് ഞങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഗതി ഉണ്ടായാലോ? അതുകൊണ്ട് തന്നെ ഈ മരണത്തിന്റെ, ഈ ആത്മഹത്യയുടെ സത്യാവസ്ഥ പുറത്തേക്ക് വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.